രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒത്തൊരുമയോടെ നിൽക്കണമെന്ന് പഠിപ്പിക്കാൻ ഒരിക്കൽ യേശു 10 കന്യകമാരുടെ കഥ പറഞ്ഞാണ്. ആ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ദീപങ്ങളുമായി മണവാളനെ എതിരേൽക്കാൻ 10 കന്യകമാരായ തോഴികളിൽ 5 പേർ വെട്ടികളായിരുന്നു. കാരണം എന്തെന്നറിയാമോ? വിളക്കുകൾ കത്തിക്കാൻ എണ്ണ വേണ്ടി, എന്നാൽ അവർ വിളക്കുകളോടൊപ്പം എണ്ണ പാട്ടുകൾ എടുക്കാൻ മറന്നുപോയി. ബാക്കിയുള്ള 5 പേരാകട്ടെ വളരെ ബുദ്ധിമതികളായിരുന്നു. അവർ വിളക്കുകളോടൊപ്പം എണ്ണ പാട്ടുകളും കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെയിരിക്കെ മണവാളൻ വരാൻ വൈകി. നേരം പാതിയായി. കന്യകമാരാകട്ടെ ഉറങ്ങിപ്പോയി. അപ്പോൾ പുറത്തൊരു ശബ്ദം കേട്ടു, ഇതാ മണവാളൻ വന്നിരിക്കുന്നു, വന്ന് എതിരേൽക്കുകയും. അപ്പോൾ അവർ പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകളെല്ലാം ഒരുക്കി. അപ്പോഴാണ് ആ 5 വിവേകശൂന്യർക്ക് മനസ്സിലായത് അവർക്ക് പറ്റിയ അബദ്ധം. അവർ ബുദ്ധിമതികളോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണയെ കുറിച്ച് ഞങ്ങൾക്ക് തരിക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കുമായുള്ള എണ്ണ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ചിരിച്ചു നിൽക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ തന്നെ അവർ വ്യാപാരികളെ തേടിപ്പോയി. അത്രയും നേരം അവർ കാത്തിരുന്ന മണവാളൻ അപ്പോൾ അവിടെ എത്തി. മണവാളനെ എതിരേൽക്കാനായി ഒരുങ്ങിയിരുന്ന 5 കന്യകമാരോടൊപ്പം മണവാളൻ അകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ആ വാതിലും അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ വിവേകശൂന്യർ അവിടെ എത്തി. അവർ നോക്കിയപ്പോൾ വാതിലടച്ചു കിടക്കുന്നു. അവർക്ക് മനസ്സിലായി മണവാളൻ എത്തിയെന്ന്. അവർ വാതിലടച്ചു ചെന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ. അപ്പോൾ മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ കഥയിലെ മണവാളൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, യേശു തന്നെയാണ് കഥയിലെ മണവാളൻ. ആ കന്യകമാരാരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ തീരുമാനിക്കണം, അതിലെ വിവേകശൂന്യരെ പോലെയാകണമോ അതോ വിവേകവാദികളെ പോലെയാകണമോ. യേശുവിന്റെ 2ാം വരവിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് എപ്പോഴാണ്, ഏത് സമയത്താണെന്ന് ആർക്കും അറിയില്ല. അതിനാൽ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എങ്ങനെയാണെന്ന് അറിയാമോ? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും രീതിയിൽ വളർന്നു പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥയിൽ അവസാനിക്കുന്നു.